സുഹൃത്തുക്കളെ, 1 മിനിറ്റ് മാത്രം നീളമുള്ള ഒരു പരസ്യം കാണണേ. ഒരു കറുപ്പ് ഡ്രസ്സിട്ട ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ഒരു കറുത്ത കാർഡ് എന്തോ ഒരു ലൈക്ക് അവരുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു. അവരതൊന്ന് നല്ല എടുത്ത് തുറന്നു നോക്കിയിട്ട് ഒന്ന് വായിക്കാനുള്ള ശ്രമം നടത്തുന്നു. ക്യൂരിയോസിറ്റി, വേട്ട എന്നാണ് അതിൻ്റെ പേര്. ചുവപ്പ്. പെട്ടെന്ന് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഡ്രസ്സും ശ്രദ്ധിക്കണേ, കറുത്ത വസ്ത്രമാണ്. ആ പെൺകുട്ടി അത് എടുത്ത് പായുന്നു. ആ കറുപ്പെടുപ്പിട്ട ആ പെൺകുട്ടിയുടെ പിന്നാലെയാണ് പിന്നീട് ആ ഒരു പെൺകുട്ടി പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏറെ ദൂരം. നമുക്ക് ആ ദൂരമൊക്കെ നോക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് നടക്കുന്നത് എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങൾ കാണാനുണ്ട്. പെട്ടെന്ന് എവിടെയാണിത്? അതാ ബുർജ് ഖലീഫ, ഗൾഫാണ് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു രൂപരേഖ തരുന്നുണ്ട്. അപ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ്, എന്തോ അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാട്ടിക്കൂട്ടിലാണ് കാണിക്കുന്നത്. രസമായിട്ട് ഇവർ പരസ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പെൺകുട്ടിയെ കാണാനില്ല, അവരെങ്ങോട്ടോ പോയിരിക്കുന്നു. എല്ലാ വസ്തുക്കും നോക്കുന്നു. പിന്നീടാണ് നമുക്ക് കാണിക്കുന്നത് ഒരു ഇരുട്ട് മൂടിയ വളരെ കുറച്ച് പ്രകാശം മാത്രമുള്ള ഒരു മുറി. ആ മുറിയിൽ ബേട്ട എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ആർക്കോ നീട്ടുന്നു. ഒരു കൈ അത് ഏറ്റു വാങ്ങിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കൈ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു കൈ അത് ഏറ്റു വാങ്ങിക്കുന്നുണ്ട്. ആരാന്ന് നോക്കാം. ആ മെല്ലെ തുറക്കുമ്പോൾ വാവ്, രണ്ടുപേരെയും പുഞ്ചിരിയാണ്. സുഹൃത്തെ, ബേഡൻ ലൈവ് ഇൻ ദുബായ്. ദുബായിലേക്ക് ബേഡൻ വരുന്നു എന്നതിൻ്റെ ഒരു വാർത്തയാണ്. എനിക്കൊരു പരസ്യമാണ്. എനിക്ക് ഈ പരസ്യം ഭയങ്കര ഇഷ്ടമായി പോയി. എത്ര ഈസി ആയിട്ടാണ്, എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവർ ചിത്രീകരിച്ചതെന്ന് കാണാം. ഇനി എന്തുകൊണ്ട് ഞാനിത് പറയുന്നു, ഇതിങ്ങനെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസുകളെ കൂമ്പാരമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലായിടത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കേസ് എന്ന രീതിയിലാണ്. കേസുകൾ വന്ന് ആളുകൾക്ക് മടുത്തോ, ഇനി കേസ് കൊടുക്കുന്ന ആളുകൾക്ക് മടുത്തോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ ഇയാളെ പുസ്തകം വല്ല യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങ് പഠിപ്പിച്ചോട്ട്. ഇനിയിപ്പോൾ ഇയാളുടെ പാട്ടുകളൊക്കെ ചെറുപ്പക്കാരെ കാണാൻ പോവാണോ, ഇനി അവരെ തടഞ്ഞിട്ട് കാര്യമില്ല, അവർ പോയി കാണട്ടെ. സംഖ്യകൾ എതിർക്കും തോറാണ് ബേഡന് വലിയ പ്രസക്തി ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ പ്രോഗ്രാം കോഴിക്കോട് ഉണ്ടായിരുന്നു. വലിയ ഹൈപ്പൊന്നും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടായിരുന്നു അദ്ദേഹം അവിടെ പാട്ട് അവതരിപ്പിച്ചത്. എന്തോ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അടക്കം എനിക്ക് അത്ര ഇഷ്ടമായില്ല, വളരെ ബോറായിരുന്നു. എന്തായാലും ദുബായിലേക്ക് ഈ മനുഷ്യൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു അവസരമൊക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നു, അല്ലെങ്കിൽ അനുവാദം കിട്ടുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടേണ്ടും മറ്റൊക്കെ ഒരു അവസ്ഥയിലേക്ക് ബേഡൻ എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തു പോകുന്നതിൽ പ്രശ്നമില്ല എന്ന ഒരു സൂചനയാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസ് ഒന്നും അത്ര കാര്യമായിട്ട് ബേഡൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടുകാരനെ, ആ ഒരു ചെറുപ്പക്കാരനെ ബാധിച്ചിട്ടില്ല. പുറകിൽ സംഖ്യകളാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഒന്നെങ്കിൽ അവർ നന്നായി തോറ്റുപോയി, അല്ലെങ്കിൽ ഇവനെ പിടിക്കാൻ ഒക്കില്ല എന്ന് അവർക്ക് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബൈ.